ഓം ഹരേ നമ. ഇന്ന് കർക്കിടകം 2 രാമായണ മാസത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുന്നു. ഇന്ന് മണ്ണൂർ ശ്രീ കൈമകുന്നത്തുകാവിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു സമ്പൂർണ്ണ രാമായണ പാരായണം നടക്കുന്നു. പേരടിക്കുന്ന് കൃഷ്ണാമൃതം നാരായണീയ സമിതിയാണ് സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ചിത്രീകരണത്തിലൂടെ എല്ലാ ഭക്തരെയും സമ്പൂർണ്ണ രാമായണ പാരായണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഹരി ഓം. വീണു നമസ്കാരവും ചെയ്തുടൽ ജഗൽ പ്രാണാതനയ്യനോ മിങ്ങനെ ചൊല്ലിന രാമദൂതോഹം ഹനുമാനിധി മമ നാമം ഭവന ജനാഞ്ജനാനന്ദന രാമകാര്യാർത്ഥമ ക്ഷീരാംബുരാശി സാമോദമെന്നു പോകുന്നോതു പോന്നി ദേഹരക്ഷാർത്താമി വീടേക്ക് വന്നിതു ദാഹം പോറാഞ്ഞു തണ്ണീർ കുടിച്ചിടുക എങ്ങോ ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നതൻ മനോഗത മാരുതി ചൊന്നതോ കേട്ടോ നിശാചര കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിന മാമകമായ മണ്ഡലുസ്ഥലം ജല മാമയം തിരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചനന്ദ ദുഃഖങ്ങളഞ്ഞു കുറഞ്ഞെന്നിറങ്ങുക ഏതോ പരിഭ്രമിക്കേണ്ട ഭവാനിനി ബോധവും ഭവ്യവും മേലിൽ ഭവിപ്പ് ദിവ്യദൃശ കണ്ടഞ്ഞറിയിക്കുന്നിതു സുവ്യക്തമായതോ കൊണ്ടു ചൊല്ലിയിടുക വാനരന്മാരിൽ സുമിത്രതനയൻ മാനവ വീര നിരീക്ഷിതരാകയാൽ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരമ്പര്യതുമേ ദേഹദാഹമതു കൊണ്ടു പോരാ കമണ്ടരു സംസ്ഥിതമാം ജലം വായുതനയനെ വഞ്ചൊന്ന നേരത്തോ മായാവിരേതിതനായ വടുവിനെ തോയാകരൻ ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാകാലനെയും ജൊലിനെ നേത്രനിമീലം ചെയ്തു വനീയവും വിത്വമധികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതോ കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാനയച്ച വടുവിനോടും മുത കണ്ണു മടച്ചു ആവി തടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങുന്ന ശാന്തനെ വന്നു ഭയങ്കരിയായ മകരിയോ ഉന്നതനായ മഹാകവി വീരനെ തിന്നു കളവാനൊരുമ്പെട്ട നേരത്തു കണ്ണു മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവീവരൻ ദേഹം ഉപേക്ഷിച്ചു മേൽപോട്ടുപോയിതോ ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം ദിവ്യ വിമാനദേശേ കണ്ടിത നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര ശ്രീമണി വാദാത്മജനോട് ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യം ഉണ്ടാകയായിരിക്കുന്നു വന്നു ശാപമോക്ഷം കബീവരാം മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാനീതിമേ നാമം മഹാമതി മാന്യനാ നീയൊന്നു ധരിക്കണം മാത്ര പുണ്യാശ്രമേ നീ കണ്ട താപസം നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതോ താപസ ദേവഭൂദേവാദിസിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണ പർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങോ ചെന്നിനി ദ്രവ്യാത വംശമശേഷമൊടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനര വീര കുശലം ഭവിക്കതേ പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാങ്കാലനേമീ തന്നന്തികെ ചെന്നാനവനോട് ചൊന്നാന സൂര്യനും വന്നിടുവാൻ ഇത്ര വയ്യതെന്തടോ കാലാവിനെ കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ ദക്ഷിണ എന്തെന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണേ മുഷ്ടിയും ബുദ്ധ ദൃഢതരം രക്ഷ പ്രവരോത്തമാകേ കവീവരം ഒന്നടിച്ചാണതു കൊണ്ടവനും തഥാ ചെന്നു ബുക്കിടിനാൻ ധർമ്മരാജാലയം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവും ഔഷധവാസ ഭാദ്രിയും കണ്ടീതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരീക്ഷണാംഗബിംബ കണക്കെ പിടിച്ചവൻ
കൊണ്ടുവന്നൻപോടു രാഘവൻ മുന്നിൽ വച്ചിണ്ടൽ തീർത്തിടിനാൻ വമ്പടയ്ക്കന്നേരം കൊണ്ടൽ നേർ വന്നനും പ്രീതി പൂണ്ടാൻ നില കണ്ടനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നാമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായെങ്കിൽ എങ്ങനെ രാത്രഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവി പുങ്കവൻ വന്നാനരമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിയിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്കാ മുറിക്കാമതിലുകൾ വൈക്യാഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതരെ കൂപതടാകങ്ങൾ തൂർക്കാ കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തരുതരെ വച്ചു തുടങ്ങിനാർ പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായ തനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വീണിടുന്നു സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിയ പാനനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ബോധിയായി വന്നിതു രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതരെ ചാകയും മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമോർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും മാനവേന്ദ്രൻ ഘോഷവും ആനകൾ വെന്തലറിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകനാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതോ ചിന്താമുഴുത്തോരു ശാസനവീരനും കുംഭകർണാത്മജന്മാരും ഉള്ളൊരു കുംഭനോടാശു പോകുന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള കുംഭനും നേരം മുമ്പനും ഞാനിന്നു മുതിർന്നു പുറപ്പെട്ടാൻ കുംഭനും താനും പ്രസംഗനും എത്രയും വമ്പുള്ള രൂപാട്ടനും ശോഭിതാട്ടനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നടുത്താർ കവിവീരനും രാത്രിയില്ലാത്തങ്ങടുത്തു പെരുതലോ രാത്രിഞ്ചരന്മാർ ചെറുതരച്ചാകയും കൂത്തു ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റവും പിടിച്ചും അടിച്ചും ഇടിച്ചും ഏറ്റം കടിച്ചും പൊളിച്ചും പരസ്പരം ചീറ്റം കുറിച്ചു പറിച്ചും മരാമരം തോറ്റുവോ കായെന്ന് ചൊല്ലി അടുക്കയും വാനര രാക്ഷസന്മാർ പരുതാരഭിമാനം നടിച്ചും തിരിച്ചും കളേവരം 4 നാഴിക നേരം തൊഴുതപ്പോൾ കാലപുരി ഉക്കിതേറ്റാൽ രക്ഷോണം കമ്പനൻ വൻപോളെടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റമോന്നു കവികളും കർമ്മങ്ങളും നൊഴിച്ചാലതു കണ്ടതാ ജംബാനന്ദനപുത്രനും കോപിച്ചോ കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താപജംഘനും യൂപാക്ഷനും തഥാ ശോഭിതനേത്രനും കോപിച്ചെടുത്താലതു നേരമംഗതൻ ഗൗണവന്മാർ മൂവരോടും ഒരു ഗതി ക്ഷീണനായി വന്നിതോ ബാലീതനേനും മൈന്ദനും ആശോഭിതനുമായി തത്ര മന്ദേതരം വന്നടുത്താലതു നേരം കൊന്നാം പ്രജംഘനേതാരേനുമതാ വിനേയവണ്ണം വിധൻ മഹാബലൻ കൊന്നിതോ ശോണിത നേത്രനേയോ മത മൈന്ദനം യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാരവർന്നാൽവരം മൃത്യോപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞോ ശരം കൊളിച്ചേടിനാൻ നമ്പരം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേജരന്മാർ ചാടി വീണു ഹൃദയോട് വീഴ്കളഞ്ഞേടിനാൻ മുഷ്ടിയുദ്ധം കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞേടിനാൻ സൂര്യാത്മകനെ കൊന്നു
അഗ്രേ ചെറുത്താന് കുംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാന് കുംഭനും ഭാരിൽ നുറങ്ങി വീണു തൽപരികവും ഉത്തമാംഗത്തെ പെറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായോരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ണിനാൻ ശേഷിച്ച രാക്ഷസർ കൂടെ തടുത്താർ കവിവീരരും ലങ്കയിൽ പൂക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചോരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദർദം കേട്ടു ചമ്പാരി വൈരിയും വീഴി പൂണ്ടിടിനാൻ പിന്നെ രാമചരാമരാക്ഷനോട് അന്യൂനകോപേന ചൊന്നാശാലന് ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിരുന്ന നേരം മഹാരാജനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോട് കൊടുത്തു വിടാങ്ങളെ കല്ലകതുല്യങ്ങളായ ശരങ്ങളെ മല്ലികീരാകാരമായി ചുരുങ്ങിയിടാൻ നിന്നുകൂടാനും ഭയപ്പെട്ടു വാനരൻ ചെന്ന ഭയന്തരി എന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിന ഒന്നിനൊന്നൊപ്പം എയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്ന നേരം ഒന്നു തളർന്നു ചമഞ്ഞുകരാത്മജൻ അപ്പോൾ പൊടിയും കുടയും കുതിരയും തൽപ്പാടി തന്നിലുള്ള ഒരു ശാപവും തേരും പൊടി പെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം വാരിൽ അമ്മാറു ചാടി ശൂലവും കൊണ്ടു ഭാരമെടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾക്കാപത്തുമൊട്ടു തീത്തിയിടിന രാവണിതാന് തെറിഞ്ഞു കോപിച്ചു വന്നവരെയും ഒരു ദാശുറത്താക്കി രാവണനോടറിയിച്ചാണതു കേട്ടു ദേവകുലാടകനാകിയ രാമൻ ഈരേഴു ലോകങ്ങളെങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ട അപ്പോൾ അത് കണ്ടു മേഘനീനാഥനും തത്പാതയും അമ്പണിഞ്ഞു ചൊല്ലിയിടിനാൽ ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചു കോവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപുരം പോക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം എത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിചിത്തും പുറപ്പെട്ടു പോരിനാൽ യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുസ്ഥനോടിത്തം വർദ്ധിച്ചരുളിനാൽ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ തുടനന്തം വരുത്തുന്നത് എത്ര നാളേക്ക് ഓർക്കേണമെന്നിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താൻമരുൾ ചെയ്തു ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതമാഹാസ്ത്രം പ്രയോഗിക്കരുതെടു പാതകമുണ്ടാമതല്ലായെങ്കിലേവനും ഞാനിവനോട് ചെയ്വനെല്ലാവരും ദീനദയനിയെ കണ്ടു നിന്നിടുവാൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടോരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൂക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതിതാനും പരവശനായിതു വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേതി വാവിട്ടും അയ്യൻ മെഴിയാമുറ വിളിച്ചിടിനാൻ ചോരയും പാലിൽ പരന്നിതൂ കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിന് ആപത്തിൽ പരമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാപദം മമ സ്വാമി തന്നോടു അപ്തിപ്പാൻ കവികളെ ശാഖമൃഗാധിപന്മാരെ വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചൊല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ശാപവാൻ തന്നോട് സാകുലം മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിതോ പോരിൽ പുറത്തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശ നന്ദനാവാർക്കരൂതേതുമേ ഇത്തവാകർഞ്ഞ സുതരം കവി സത്തവന്മാരും ആചരിമൂലതുതരം എന്തുകൊണ്ടിങ്ങു വാടി പോന്നിതു പോവാൻ ഭക്തമെന്തങ്ങോട്ട് തന്നെ നടക്കണി എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ ഉണ്ടോരവസ്ഥയുണ്ടായിട്ടിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോട് നർത്തിക്കണം പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊല്ലതു കേട്ടവൻ താനുമായി ചെന്നു നർത്തിച്ചു മൈഥിലി തന്നെ നാശ വൃത്താന്തമപ്പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തോരു കോശമുണ്ടായതെന്നാത്മനെ ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മധുരീശാത്മജനിൽ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരും ഉണ്ടായി വരാ മായാ നിപുണനാ മേഘനീനാഥിനി കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശുകൾ മർക്കടന്മാർ ചെന്നു ഭദ്രവീച്ചിടാതെ തർക്കത്തിലാ ചോനി കുന്തിയിലയിൽ ചെന്നു പൊക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടൊരു ഭയം അത്യത്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ല
വരില്ലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമി ജയ ജയ മാനസ വ്യാകുലം തീർന്നഴുന്നേകാതയാനിതേ. ലക്ഷ്മണനും മടിയനും കവികുല മുഖ്യപ്രഭരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടപ്പോൾ ആലസ്യവും തീർന്നു. മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങൾ എല്ലാം ധരിച്ചു നേരത്തു കൃതാർത്ഥന ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവ നന്ദനൻ തന്നെയും കൊന്നു ബലികൻ അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോപരനും നടന്നാരതു നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ ധീരൻ ഇന്ദ്രാത്മജാത്മജൻ ശരീതാരനും ശൂരൻ ഋഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാദി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാല ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ സേതൻ നദിമുഖൻ അഗ്നിമുഖൻ ജഗൻ മേദൂരധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമാ ചെന്നു നികുംബിള പൊക്കു നിറഞ്ഞിതു. അഗ്നേജരവരന്മാരെ ചുഴലവേ നിർത്തിഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി അടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോര രാക്ഷസ വീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിനി പറ്റടാരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി. വില്ലും ചരങ്ങളും കൽപ്പോടെടുത്തു പോരിന്നടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവം തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു ദിക്കുംപിളയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനു വന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർന്നു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില ഹോമ വിപനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാതിട. മാരുത നന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്ത ദിവന്നി യുദ്ധം തുടങ്ങുക കരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ. വ്യത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തതിന്ദ്രജിത്തു മധ്യസ്ഥ മന്ത്രങ്ങളെ തീടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ വാർഷ്യ വിഭീഷണനെ കണ്ടു തക്ഷണം ചൊന്നാൻ വിശാനന പുത്രനും രാക്ഷസ ജാതികൾ വന്നു പിറന്ന നീ സാക്ഷാൽ പൃഥുഭ്യനോ മമാ കേവലം. പുത്രമിത്രാദി വർഗത്തെയൊടുക്കുക ശത്രുജനത്തിനോ വിദ്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ പുതുമതം. ശാസ്ത്രജ്ഞനാ നീ കുലത്തെയൊടുക്കുവാനാസ്തയ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവൂ മറികനി. വംശം മുടിക്കുന്നതിന്നു നീ ചെയ്തുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നു ഞാൻ അംശുമാളി കുലനായക അനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂക്കി കുമാരനും എല്ലാം അതൈതു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാനാച്ചു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊള്ളുന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞേടു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്തരം. പിന്നെ വിഭീഷണൻ തന്നെയോ 100 ശരമേതു വാനര വീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. സൗമിത്രിക വചം മുറുക്കിയിട്ടിടിന. രക്താഭിഷിക്ത ശരീരികളായതു നത്തഞ്ചരനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു. തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതി സാരമായി ഒരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപം എടുത്തു കുലച്ചവനു നറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ മുന്നമ്പെയ്തും മുറിച്ചിടിനാൻ. മന്നവൻ ഭക്തി കണ്ടാത്മജനം നേരം ഊറ്റമായ ഒരു വില്ലും കുഴിയെ കുലച്ചേറ്റമെടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പൂക്കുതേരും കൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാൻ. പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൽ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതം അസ്ത്രം കുമാരനും രാഘവൻ ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംബോരുഹം മാനസേ
ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു ഭക്തി കണ്ടാത്മജൻ കണ്ടവൻ ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാതൂണിയിൽ വന്നു പൂക്കൂശരം ഭൂമിയിൽ വീണിതു രാവണി തന്നുടെ ലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിന. പുഷ്പങ്ങളും പരീക്ഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിന. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിദാനം പ്രസാദിച്ചിരേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിന താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുബിനാദവും ഘോഷിച്ചിരേറ്റമാനന്ദിച്ചിതാ ശൂവിരിഞ്ചനും അന്നേരം. ശങ്കാവിഹീനം ചെറുഞാണലിയിട്ടു ശംഖം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിന. കാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊടമോദം നേടിനാൻ മൂർധനെ. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണീത്തെ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. വൃദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ നിത്യശഗ്രീവനും. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ. വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിന. ഹാ ഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹാ ഹാ സുകുമാര വീര മനോഹര. മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതും ദുഃഖമിതെന്നു മറയ്ക്കുന്നതുള്ളിൽ ഞാൻ. വെണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായിരു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു മക്കൾ മുഴുത്തു കരഞ്ഞു തുടങ്ങിന. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണം എന്നതുകൊണ്ട് ഞാൻ ഒന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖം അടങ്ങുകയില്ലമേ. ഗന്ധവും മൂങ്ങി ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിന ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേപതുതാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടും ആ രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുഭാഷൻ നയജ്ഞനൻ അത്യുത്തമൻ കർപ്പൂര സത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിന നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനികൾ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താപകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാമതല്ലോക്കിൽ ഭുവനുമനന്തരം. ദേവദേവേശ്വരനായ പുരവൈരി സേവനന്മാരിൽ പ്രധാനല്ലോ പൗരസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്യന പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാദിതേന്ദ്രിയൻ വേദവിദ്യാപ്രദസ്ഥാനപരായണൻ ബോധവാന്മാർക്ക് വശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ എന്തു യുദ്ധാന്തരെ നന്നു നന്നെത്രയും മോർത്തു കൽപ്പിച്ചതും ശ്രീപദമാകിയ കർമ്മത്തിനാശുനി ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭുമയ സാഹം വിരവോട് പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോ ചെയ്തു കൊന്നുകളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചുകൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുഭാഷൻ പറഞ്ഞതു യുവാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നത്രയും ആസ്തയ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനാൻ. ചെന്നു രക്ഷോഫലം രാമനോടേറ്റള ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് കിട്ടിതു രാവണൻ നിന്നുപോ ചെയ്താന വേദമായ നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തതു ഭിന്നമാക്കിയിടിന രാവണാദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോട്ടറി വീരുവാലങ്കാപുരം പൂക്കനന്തരം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുക്രവദനായിരുന്നു ചൊല്ലിയിടിന. അർക്കാത്മജാതിയ മർക്കട വീരരോ മർക്കാനയോദ്ഭൂതനാകിയ രാമനും. ഒക്കെ ഒരുമിച്ചു ഭാരിതീയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാനേകയായതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണാലാദിനി വിജ്ഞാപിതനാകിയ ശുക്രമഹാമുനി. രാവണനോട് ഉപദേശിച്ചിതെങ്കിൽ നീ ദേവതാമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരുകയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതി രഹസ്യസ്ഥലെ. ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാണിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ടത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതുണീര ശാഭാഷതാദികൾ വാനരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൾ എന്നോടു സാദര മന്ദരാമെന്നിയെ ഹോമം കഴിക്കണേ. ശുക്രാവിനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോകനാധിപനാകിയ രാവണൻ. പന്നകലോക സമാന
ദിവ്യമാഹവ്യദ്രവ്യാദി ഹോമമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിജീനമകം പൂക്കു ശുദ്ധനായി ധാന്യമുറപ്പിച്ചു തൽബലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗത്തോളം ഉത്തിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിയിടിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണേ ഹോമം മുടക്കുവാനായിടുക സാമോദമാശു കവികുലവീരരെ ശ്രീരാമസുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്ര ഗതാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിയിൽ ഏറിക്കടന്നങ്ങു രാവണ മന്ദിരം പൂപ്പുപുരപാലകന്മാരെയും കൊന്നു മർക്കടവീരരോരുമിറ്റാനാകുലം വാരണാഭാഗീരഥങ്ങളെയും പൊടിച്ചാരാനു തത്ര ദശാസ്യഹോമസ്ഥലം വ്യാജാത്സരമാ നിജകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവഹോമസ്ഥലം ഹോമഗുഹാദര ബന്ധന പാഷണ മാമയാചീനം പൊടിപ്പെടുത്തും കഥൻ അത്ര ഗുഹയിലകം പൂക്കനേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിടന്തികെ മറ്റുള്ളവർക്കളും അങ്കദാനുജ്ഞയാൻ തെറ്റൊന്നു ചെന്നു ഗുഹയിലിറങ്ങിനാൻ കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കുമാ പുണ്യജനാധിപനെ കണ്ടു വാനര താടിച്ചു വൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലെ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘു മേഖലാചാരവും രാവണൻ കയ്യിലിരുന്ന മകൾ ശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പെരിച്ചുടൻ താടനം ചെയ്താനതു കൊണ്ടു സത്വരം ക്രീഡയാവാനര ശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശഗന്ധര വിഗ്രഹം കീറിനാനേറ്റവും ജാലത്തിനേതോ മിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡലമെല്ലാം മുറുക്കിയിട്ടിടിന വിസ്ത്രസ്തനിവിയായി കഞ്ചുകാഹീനയായി വിത്രസ്തയ വിലാപം തുടങ്ങിയിടിനാൻ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസേശ്വരാം ജ്ഞാനം ഭവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിലിട്ടാശോകവീപരൻ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതോ പോരെ പരിഭവമോർക്കളമതേ എന്തിനാ കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതാമിനി എന്തോന്നു ദുർമതേ ജീവിതാശാദേ വലിയ മാനസേ കാവിധി വൈഭവം എത്രയോ അത്ഭുതം അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നത് ഉത്തമാമേവനും നാണവും പത്നിയും വേണ്ടിയിലി വന്നു താൻ പ്രാണഭയം കൊണ്ടു മൂടൻ മഹാകലൻ ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം അങ്കദൻ തന്നോടടുത്താനതു കണ്ടു തുങ്ക ശരീരികളായ കവികളും രാത്രീചരേന്ദ്ര പത്നിയെയോ മയച്ചാത്തു വിളിച്ചു പുറത്തു പോന്നിടിനാൻ ഹോമാമശേഷം മുടക്കി ഭയമെന്നു രാമാദികെ ചെന്നു കൈതൊഴുതിടിനാൻ മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ നാദേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവ ഇത്തരം മാമകം ഹരേ രാമ 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 ഹരേ ഹരേ ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടുനി ജ്ഞാനവിനാശനം ശോകമായതും നശ്വരമായ ശരീരാദികളിൽ വിശ്വാസവും പുനരഞ്ജനാസംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതോ കാരണം ശോകഭയക്രോധ ലോപമോഹസ്പൃഹാരാഗഹർഷാദീജര മൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകനെ
ജ്ഞാനസ്വരൂപനാൻ ആത്മാവരനദ്വയൻ ആനന്ദപൂർണ സ്വരൂപനാലേപകൻ ഒന്നിനോടില്ല സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ അല്ലാകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോട് കൂടവേ പാവകൻ തങ്ങൾ പതിച്ചു മരിക്കണേ ഭാവനയോടുമെന്നാൽ ഗതിയും വരും വ്യഗ്രിച്ചതു കേട്ടു മണ്ടോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം രാഘവനെ ജയിപ്പാനാരതുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്കണേ സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷകൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവാസതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്ര മദനകാലേ പുരാഘോരമാം മന്ദരം വിഷ്ടേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും ഘോരനായോരോ ഹിരണ്യകശിപുതന്മാരിടം കൈതകം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമാദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രേ സുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്നു ധരിക്കണേ പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീയവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നൂത നിർലജ്ജനാകയാൽ മൂട ജളപ്രഭോ വൈദേഹിയെ കൊടു തീടുക രാമനു സോദരനായി കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി മണ്ടോദരി വാക്കു കേട്ടോരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം മുത്രമിത്ര മാതൃ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യമനുഭവിച്ചിടുവൻ ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലഫലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലെ ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കുപ്പി പുറപ്പെട്ടാർ വാരിധി പോലെ പരന്നു വരുന്നതും മാരുതി മുമ്പാം കവികൾ കണ്ടത്രയും വീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ വാനരവീരരെ നിങ്ങൾ ഇവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ ഞാൻ ഇവരോട് പോർ ചെയ്ത് ഉടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകവരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ ശാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമ ഭൂമിയോ എന്തൊരു വൈഭവമന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ നിന്നു തോന്നി പൊക്കവേ ദ്വാദശ നാഴിക നേരമൊരു പോലെ യാതുകാനാവലിയോടൂരകൂത്തവൻ അസ്ത്രം പരീക്ഷിച്ച നേരമാക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ വാസര രാത്രി നിശാചര വാനര മേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസ വീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം കാളിയും കൂളികളും കബന്ധങ്ങളും കാളി നിശീതിനിയും വിഷാദങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാവണ്ണം രാമശാപത്തിൻ മണിതൻ നിതാതവും സോമമാർഗേ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാരാകാശചാരികൾ ആനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചരൻ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ
മേഘത്തിനുള്ളിൽ നിന്നാത്ത ബിംബം പോലെ രാഘവൻ തന്നെയും കാണായിരം നേരം ലക്ഷ്മണൻ താനും വിഭീഷണൻ പുല രക്കതനയനും മാരുതാപുത്രനും മറ്റുള്ള വാനര വീരരും വന്ന് ചുറ്റം നിറഞ്ഞിതോ രാഘവനെന്ന് മർക്കട നായകന്മാരോടരുൾ ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടു നാരായണനും പരമേശ്വരനും ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്ന രാക്ഷസ രാജം മുഴുവനതൂന്ന് രാക്ഷസ സ്ത്രീകൾ മുറവിളിക്കോട്ടിന താതാ സഹോദര നന്ദനാവല്ലവ നാദാ നമുക്കവലംബനമാരെയും വൃദ്ധനായ ഏറ്റവും വിരൂപമായുള്ളൊരു നക്തഞ്ചരാധിപ സോദരേ രാമന് സിദ്ധിച്ചതോ കാരണം ആപത്തിനൊക്കെ വർദ്ധിച്ചു വന്നിതോ മറ്റില്ല കാരണം ശോർപ്പനകച്ചെന്ന കുറ്റാമതിൽപ്പരും എപ്പോഴൊരു മാളലയ്യോ ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശുകുലം മുടി ചാനൊരു മൂടൻ മഹാഭാവി രാവണൻ അർദ്ധപ്രകാര മാത്രേണ ഗരാതിയെ യുദ്ധേ വിധിച്ചതും വൃത്താരിപുത്രൻ വൃത്തോവരത്തെ വാഴിച്ചു സുഗ്രീവൻ സത്തരം വാനരന്മാരെ മാരുതോന്നി വീരെ ചെയ്ത കാമവ വാരിതിയിൽ ചിറകട്ടെ കടന്നത് കണ്ടിരിക്കെ നന്ന് തോന്നുന്നതെത്ര മുണ്ട വിചാരമാപത്തെങ്കിലുണ്ടാവും സിദ്ധമല്ലായെങ്കിൽ വിവേചനം ചൊല്ലിന മത്തനായ എന്നതും ധിക്കരിച്ചിടിന ഉത്തമൻ നല്ല വിവേകി വിഭീഷണ സത്യാവതൻ മേനി നന്നാവരുമ നീജനീവൻ കുലാമുക്കെ മുടിപ്പൊടി നാചരിച്ചാനിതോ കന്മരണത്തിൽ നല്ലതുതന്മാരെയും തമ്മിമാരെ കൊല്ലിച്ചു മറ്റുള്ള മാതൃജനത്തെ എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുക വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും മര്യാദ മണക്കിനാനേറ്റോ നാട്ടിലേക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാകസ്മര അർത്ഥമന്യേനം നജമാചിക്ക് മിത്രജനത്തെ വെറുത്തോ ചമയ്ക്ക് ബ്രഹ്മാണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ എനിക്ക് പാരഗുരുജന ദോഷമോ പുണ്യോ നാരോടുമില്ല പ്രഭയോ മരിക്കൽ ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിന് നമ്മയും ദുഃഖിക്കുമാറായിനാനിവൻ ഇത്തം പുരസ്ത്രീ ജനത്തിൽ വിലാപം നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാത്തന ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്ന് യുദ്ധത്തിനാശു പുറപ്പെടുകെന്ന എന്നതോ കേട്ടോ വിരുവാചനുമൻ ഒന്നേ മഹോദരനും മഹാഭാഷൻ ഉത്തര ഗോപുരത്തോടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ കൂടി തുണങ്ങിനായരും തുണിവിത്തങ്ങളും നായകനായ അച്യുതനായ സാധരനായ രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല സ്വാമിയെ ദേഷ്യമുണ്ടായിട്ടുമല്ല രാമനോടേക്ക് കൊടുത്തു നിൽക്കുന്ന നേരമാവിടം സ്നേഹം ഭഗവാനെ കുറിച്ചേക്കാം ഏറ്റമാണ് ഞാൻ ഗോപാമോളം ഓർക്കാൻ വേണ്ടി ദൂരെ നിന്ന് ആലസ്യമെല്ലാം കഴിഞ്ഞ് ഓരിനു കേരമെന്ന് വർപ്പിച്ചത് സാരഥീനം മഹാരഥന്മാരുടെ സാധവും മാറികസാരവും വരികക്കുള്ള ജയാജയകാലവും ശേഷവും എല്ലാം അഴിഞ്ഞിടകൾ നടത്തുന്നവനല്ലോ നിപുണനായുള്ള ദൂതൻഗ്രഹവും എന്നതു കേട്ട് രാവണനോട് ഒരു കൈവളയം കൊടുത്തില്ലേ പിന്നീട് നേരത്തെ അതുകൂടിയിടുക പിന്നെ നീ ഒന്ന് കൊണ്ടുപോകാനിട ഇന്നോട് നാളെ എന്നോട് തിരഞ്ഞിടും മലവനോടുള്ള പോലെ നൽകണേ സൂതനും ക്രോധം മുഴുവൻ ദൂരാമൻ തങ്ങളിലേക്ക് മണഞ്ഞു ഒരു നിറയുന്ന സ്ഥലങ്ങളാൽ അങ്ങനെയുള്ളപ്പോൾ കണ്ടു നിൽക്കുന്ന നേരം എങ്ങനെയും നൽകിയില്ല രാഘവന്റെ ഇറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽക്കുകാകസജീവൻ വന്ദിച്ചു നിന്നോരെ കുട്ടനാഥന് ആനന്ദം എന്നതും ചെയ്ത അനസ്തിയും അഭിപ്രയത്തിന കാലു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നു ഞാൻ മഹാമുനി ചെന്നു വീണാതരോഗാന്തരന്മാർ ദുഃഖിയോടെ ചെയ്ത മൂടി കൂടി ശരങ്ങളും എന്തോ വിസ്മയം ോഷണ
Punya
മഹാകർമ്മബോധരനും മഹാവാസനും കുംഭകനും ഋഷികസ്വരികായനും ദേവാന്തകനും നരാന്തകനും മറ്റും ദേവാദികൾ നിർപ്പാദിതീരനും വാച്ചനും ചോടിതാക്ഷനും പിന്നെ രൂപാക്ഷനും മകരാക്ഷനും എന്തനെ സംഗനെ എന്തിച്ചു വീരനം എന്ന് ശ്രീരാമനോടു സൽകായമാനത്തെ ശ്രീരാമനായതും മാനുത നല്ല ുമല്ലവൻ കൈവസ്വതനം നിരത്തിയുമല്ലവൻ പാശിയുമല്ല ജഗസ്ഥാനമല്ല വിനേശനുമല്ല ുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണുനാരായണൻ വരൻ ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മഞ്ഞിടം പാലിച്ചുകൊള്ളുവൻ പിന്നെ നരസിംഹ